الماء أو مع آخر قطر الماء حتى يخرج نقيا من الذنوب. നമ്മളൊക്കെ 5 വക്തും നമ്മൾ വുളു ചെയ്യാറുണ്ട്. അതല്ലാത്ത സമയങ്ങളിലും പല സന്ദർഭങ്ങളിലും നമ്മൾ വുളു ചെയ്യുന്നവരാണ്. വുളുവിന്റെ മഹത്വം പഠിപ്പിക്കുന്ന ഒരു വല്ലാത്തൊരു ഹദീസാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, ഇദാ തവല്ലഅൽ അബ്ദുൽ മുസ്ലിം, ഒരു മുസ്ലിമായ മുഅ്മിനായ മനുഷ്യൻ അയാൾ വുളു എടുത്താൽ ഫഗസല വജ്ഹഹു, അങ്ങനെ അയാളുടെ മുഖം കഴുകി, ഖറജ മിൻ വജ്ഹിഹി കുല്ലു ഖതീഅത്തിൻ നളറ ഇലൈഹാ ബിഐനൈഹി മഅൽ മാഇ ഔ മഅ ആഖിരി ഖത്റിൽ മാ, അവന്റെ മുഖത്തിൽ നിന്ന് എല്ലാ പാപങ്ങളും പുറത്തു പോകും. അവൻ മുഖം കഴുകുമ്പോൾ അവന്റെ മുഖത്ത് നിന്ന് എല്ലാ പാപങ്ങളും പുറത്തു പോകും. നളറ ഇലൈഹാ ബിഐനൈഹി, അവന്റെ കണ്ണുകൊണ്ട് നോക്കിയ എല്ലാ പാപങ്ങളും, ആ ഒരു മുഖം കഴുകലോട് കൂടെ ഒക്കെ ആ പാപങ്ങൾ പുറത്തു പോകും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മഅൽ മാഇ, ആ കഴുകുന്ന വെള്ളത്തോടൊപ്പം, അല്ലെങ്കിൽ മഅ ആഖിരി ഖത്റിൽ മാ, ഈ വെള്ളത്തിന്റെ അവസാനത്തെ തുള്ളിയോടൊപ്പം അവൻ അവന്റെ കണ്ണുകൊണ്ട് അവൻ സമ്പാദിച്ചെടുത്ത തോന്യാസങ്ങൾ, തെറ്റുകൾ, കുറ്റങ്ങൾ അവനിൽ നിന്ന് ഒഴുകി പോകുമെന്നാണ്. നമ്മൾ ഒതെടുക്കുമ്പോൾ നമ്മൾക്ക് കിട്ടുന്ന ഒരു മഹത്തായ അള്ളാഹുവിന്റെ ഒരു കാരുണ്യമാണത്, നമ്മുടെ പാപങ്ങൾ പുറത്തു തരാണ്. അപ്പൊ ഒതെടുക്കുന്ന സമയത്ത് ഒരാൾ മുഖം കഴുകിയാൽ ആ മുഖം കഴുകുന്നതോടൊപ്പം, മുഖം കഴുകുന്ന വെള്ളത്തോടൊപ്പം അയാളുടെ പാപങ്ങൾ അത് പൊഴിഞ്ഞു പോകുന്ന, പുറപ്പെട്ടു പോകും. ഫഇദാ ഗസല യദൈഹി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, ഇനി അവന്റെ 2 കൈയും കഴുകി ഒതെടുക്കുന്ന സമയത്ത് അവന്റെ 2 കൈയും കഴുകിയാൽ ഖറജ മിൻ യദൈഹി, അവന്റെ 2 കൈയിൽ നിന്നും പുറത്തു പോകും കുല്ലു ഖതീഅത്തിൻ ബതശത്ഹാ യദാഹു, അവന്റെ കൈ പിടിച്ചുകൊണ്ട്, കൈകൊണ്ട് അവൻ പ്രവർത്തിച്ച എല്ലാ തെറ്റുകളും അവനിൽ നിന്ന് പുറത്തു പോകും. മഅൽ മാഇ ഔ മഅ ആഖിരി ഖത്റിൽ മാഇ, ആ വെള്ളത്തോടൊപ്പം, അല്ലെങ്കിൽ വെള്ളത്തിന്റെ അവസാനത്തെ തുള്ളി വെള്ളത്തോടൊപ്പം, അവസാന തുള്ളി വെള്ളത്തോടൊപ്പം. ഫഇദാ ഗസല റിജ്ലൈഹി, അങ്ങനെ അവൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തുടരുകയാണ്, അങ്ങനെ അവന്റെ കാലുകൾ കഴുകി, 2 കാലുകളും കഴുകി. ഖറജത് കുല്ലു ഖതീഅത്തിൻ മശത്ഹാ റിജ്ലാഹു മഅൽ മാഇ ഔ മഅ ആഖിരി ഖത്റിൽ മാ, അവന്റെ കാലുകൊണ്ട് നടന്ന് അവൻ പ്രവർത്തിച്ച തെറ്റുകളെല്ലാം ആ വെള്ളത്തോടൊപ്പം പുറത്തു പോകും, അല്ലെങ്കിൽ അവസാനത്തെ വെള്ളത്തുള്ളിയോടൊപ്പം പുറത്തു. ആലോചിച്ചു സഹോദരങ്ങൾ, നമ്മൾ വുളു എടുക്കുന്ന സമയത്ത് ഈ ഒരു ചിന്ത, എന്റെ മുഖത്തെ പാപങ്ങളൊക്കെ പൊഴിഞ്ഞു പോകുന്ന ഒരു പ്രവർത്തനമാണ് ഞാൻ ചെയ്യുന്നത്, ഞാൻ എന്റെ കണ്ണുകൊണ്ട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്, അതുപോലെ എന്റെ കൈ കൊണ്ട്, അതുപോലെ കാലുകൊണ്ട് നടന്നു പോയിട്ടുണ്ട് പല തെറ്റുകളിലേക്കും, ഇതൊക്കെ ഒഴുകി പോകുന്ന ഒരു മഹത്തായ കർമ്മം നിർവഹിക്കുകയാണ് ഞാൻ എന്നുള്ള ചിന്തയോട് കൂടെ ഒന്ന് വുളു എടുത്തു പോകണം, എന്ത് രസമായിരിക്കും. അങ്ങനെ വുളു എടുത്തുകൊണ്ട് നമസ്കരിക്കുന്ന നമസ്കാരം എന്തൊരു ആസ്വാദനമായിരിക്കും. നോക്കൂ നിങ്ങൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനം ഈ ഹദീസ് അവസാനിപ്പിക്കുന്നത് ഹത്താ ഖറജ നഖിയ്യം മിനദ് ദുനൂബ്, പാപങ്ങളിൽ നിന്ന് അവൻ ശുദ്ധനായിക്കൊണ്ടാണ് പിന്നെ അവൻ വുളുവിൽ നിന്ന് അവൻ പുറത്തു പോവുക എന്നാണ്. യാ അല്ലാഹ്, നമ്മള് ഒരു വുളു എടുക്കുന്നതോട് കൂടെ നമ്മളുടെ ശരീരത്തിൽ പല മാറ്റങ്ങളും സംഭവിക്കുക. നമ്മളുടെ തെറ്റുകൾ, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഏറ്റവും വലിയ മ്ലേച്ഛമായ സംഗതിയാണ് തെറ്റുകൾ എന്നുള്ളത്. ആ തെറ്റുകളൊക്കെ ഒരു വുളുവാണ് കഴിയുമ്പോഴേക്ക് വലിയൊരു സംഗതി നമ്മളുടെ ശരീരത്തിൽ വരികയാണ്, നമ്മൾ മാറ്റം വരികയാണ്, നമ്മുടെ ഒരു ശുദ്ധനായ വ്യക്തിയാവാണ് നമ്മൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയും ഹത്താ യഖ്റുജ, എത്രത്തോളം എന്ന് വെച്ചാൽ യഖ്റുജു, അവൻ പുറത്തു പോകുന്നു, എങ്ങനെ, നഖിയ്യം മിനദ് ദുനൂബ്, പാപത്തിൽ നിന്നും ശുദ്ധനായിക്കൊണ്ടാണ് അവൻ ഈ വുളുവിൽ നിന്ന് പുറത്തു പോകുന്നത് എന്നാണ്. അപ്പൊ എത്രമാത്രം വളരെ വലിയ മഹത്തായ ഒരു സംഗതിയാണ് നമ്മൾ നിർവഹിക്കുന്ന വുളു. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ തവല്ലഅ, ആരെങ്കിലും വുളു എടുത്തു, അഹ്സനൽ വുളു, എങ്ങനെ വുളു എടുത്താൽ പറ്റും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച രൂപത്തിലുള്ള വുളു, നന്നായി നനയേണ്ട ഭാഗങ്ങളൊക്കെ നനച്ചുകൊണ്ട് അത് അതിൻ്റെതായ രൂപത്തിൽ നിർവഹിച്ചാൽ ഇപ്പൊ അഹ്സനൽ വുളു, വുളുവിനെ അവൻ നന്നാക്കി, ഒരാൾ വുളു എടുത്തു, വുളുവിനെ നന്നാക്കി എടുത്തു, ഖറജത് ഖതായാഹു
മിൻ ജസദിഹി, അവന്റെ ശരീരത്തിൽ നിന്ന് അവന്റെ പാപങ്ങൾ പുറപ്പെട്ടു പോകുമെന്നാണ്, പുറത്തു പോകുമെന്ന്. യാ അല്ലാഹ്. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, ഹത്താ തഖ്റുജ മിൻ തഹ്തി അദ്ഫാരിഹി, അവന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അവന്റെ നഖത്തിന്റെ ഉള്ളിൽ നിന്ന് പോലും പാപങ്ങൾ പുറത്തു പോകുമെന്ന് പുറത്തു പോകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയും. അപ്പൊ എത്രമാത്രം പരിശുദ്ധവും എത്രമാത്രം സുന്ദരവും സമാധാനിക്കാനും പറ്റുന്ന ഒരു കർമ്മമാണ് വുദു. ഈ വുദു നിർവഹിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഈ പ്രതിഫലം ഒക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഒന്ന് വുദു എടുത്ത് നോക്കി. ഇനി നമ്മൾ വുദു എടുക്കാൻ പോവാണല്ലോ, ആ വുദു എടുക്കുന്ന സമയത്ത് നമ്മൾ ഈ ഒരു പ്രതിഫലം, റബ്ബേ ഞാൻ വുദു എടുക്കണം, ഈ വുദു എടുക്കുമ്പോൾ എന്റെ മുഖം കഴുകുമ്പോൾ, അതുപോലെ എന്റെ കൈ കഴുകുമ്പോൾ, എന്റെ കാല് കഴുകുമ്പോഴൊക്കെ എന്റെ പാപങ്ങൾ പൊഴിഞ്ഞു പോയി അവസാനം വുദു കഴിയുന്നതോട് കൂടെ ഒരു ശുദ്ധനായ മനുഷ്യനായിക്കൊണ്ടാണ് ഞാൻ വുദുവിൽ നിന്ന് പുറത്തു പോകുന്നത് എന്ന ചിന്തയോട് കൂടെ വുദു എടുത്ത് എന്ത് രസമായിരിക്കും വുദുവിന്. ആ വുദു എടുത്താൽ തന്നെ മനസ്സിന് സമാധാനമായിരിക്കും. കാരണം നമ്മളുടെ പാപങ്ങൾ നമ്മുടെ മനസ്സിന് എപ്പോഴും ഒരു ആഘാതം സൃഷ്ടിക്കുന്ന സംഗതിയാണ് നമ്മുടെ പാപങ്ങൾ. ആ പാപങ്ങൾ പൊഴിഞ്ഞു പോകുന്ന ഒരു മഹത്തായ കർമ്മം, പൊഴിച്ചു കളയുന്ന മഹത്തായ ഒരു കർമ്മം, അതാണ് വുദു. എത്രത്തോളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയല്ലേ, തഹ്ത അദ്ഫാരിഹി, നഖത്തിന്റെ അടിയിൽ നിന്ന് പോലും പാപങ്ങൾ പുറത്തു പോകുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഒരു ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കൾ ചോദിക്കാൻ, അല അതുല്ലുക്കും, നിങ്ങൾക്ക് ഞാനൊരു കാര്യം അറിയിച്ചു തരട്ടെയോ? എന്താണ് ആ കാര്യത്തിന്റെ പ്രത്യേകത? മാ യംഹുല്ലാഹു ബിഹിൽ ഖതായാ, പാപങ്ങളെ നിങ്ങളിൽ നിന്നും മായ്ച്ചു കളയുന്ന, മഹവി ചെയ്യുന്ന, ഇല്ലാതാക്കി കളയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരട്ടെയോ? യർഫഉ ബിഹി ദറജാത്ത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് മാത്രമല്ല, സ്വർഗത്തിൽ നിങ്ങൾക്ക് പദവികൾ അതുകൊണ്ട് ഉയരും. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? സഹാബാക്കൾ ബലാ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂൽ അങ്ങ് പറഞ്ഞു തന്നാലും. പാപങ്ങൾ മായ്ച്ചു കളയുന്ന, പദവികൾ ഉയർത്തുന്ന കാര്യങ്ങൾ അള്ളാഹുവിന്റെ റസൂലെ അങ്ങ് പറഞ്ഞു തന്നാലും. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നാമതായി പറഞ്ഞു കൊടുത്തത് ഇസ്ബാഹുൽ വുദൂഇ അലൽ മകാരിഹി, പ്രയാസഘട്ടങ്ങളിൽ വുദു എടുക്കലാണ്, വുദു പരിപൂർണമായി എടുക്കലാണ്. ഉദാഹരണമായി നല്ല തണുപ്പുണ്ടാകുമ്പോ, അപ്പോ വുദു പരിപൂർണമായി എടുക്കൽ, വുദു അതിന്റെ യഥാർത്ഥ രൂപത്തിൽ നിർവഹിക്കലാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. അതിനുശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കസറത്തുൽ ഖുതാ ഇലൽ മസാജിദി, പള്ളിയിലേക്കുള്ള കാലടിപ്പാടുകൾ വർദ്ധിപ്പിക്കുക. ഒരു നമസ്കാരത്തിന് ശേഷം അടുത്ത നമസ്കാരങ്ങൾ കാത്തിരിക്കുക. ഇതൊക്കെ പാപങ്ങൾ പൊറുക്കുവാനും പാപങ്ങൾ മായ്ച്ചു കളയാനും, അതുപോലെ അള്ളാഹുവിന്റെ അടുക്കൽ ദറജകൾ, പദവികൾ ഉയരുവാനും കാരണമാകുന്നതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. ഇനി സഹോദരന്മാരെ, നാളെ പാർത്ഥിവ ലോകത്ത് മറ്റുള്ള സമുദായത്തിൽ നിന്ന് നമ്മെ തിരിച്ചറിയുവാനുള്ള അടയാളമാണ് വുദു. നോക്കൂ നിങ്ങൾ, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ്, അദ്ദേഹം പറയാണ്, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതൽ മഖ്ബറ അല്ലെങ്കിൽ മഖ്ബറ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മഖ്ബറയിൽ എത്തി, അതായത് മഖ്ബറയിലെത്തി. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അസ്സലാമു അലൈക്കും ദാറ ഖൗമിൻ മുഅ്മിനീൻ വ ഇന്നാ ഇൻഷാ അല്ലാഹു ബിക്കും ലാഹിഖൂൻ. ഖബറുകളെ സന്ദർശിക്കുമ്പോഴുള്ള പ്രാർത്ഥന, അവരോടുള്ള സലാം പറച്ചിൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അസ്സലാമു അലൈക്കും ദാറ ഖൗമിൻ മുഅ്മിനീൻ, നിങ്ങളുടെ സമൂഹത്തിന്റെ വീട്ടിലുള്ളവരെ, നിങ്ങളുടെ മേൽ അള്ളാഹുവിന്റെ സമാധാനം ഉണ്ടാവട്ടെ. വ ഇന്നാ ഇൻഷാ അല്ലാഹ്, നിശ്ചയമായും ഞങ്ങൾ അള്ളാഹു ഉദ്ദേശിച്ചാൽ ബിക്കും ലാഹിഖൂൻ, നിങ്ങളോടൊപ്പം വന്നു ചേരുന്നവരാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമയത്ത് പറഞ്ഞു. വദിത്തു അന്നാ ഖദ് റഅയ്നാ ഇഖ്വാനന, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗ്രഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ ആഗ്രഹിച്ചു പോവുകയാണ്, നമ്മളുടെ സഹോദരങ്ങളെ ഒന്ന് കണ്ടിട്ടുണ്ടായിരുന്നെങ്കിൽ കാണണമായിരുന്നു എന്ന് ഞാൻ ആഗ്രഹിച്ചു പോവുകയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എനിക്കൊരു ആഗ്രഹമുണ്ട് നമ്മുടെ സഹോദരങ്ങളെ ഒന്ന് കണ്ടുകിട്ടാൻ. അപ്പോ സഹാബാക്കൾ ചോദിക്കാണ്, അവലസ്ന ഇഖ്വാനുക യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ റസൂലെ, ഞങ്ങൾ നിങ്ങളെ സഹോദരങ്ങളല്ലേ? അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൻതും അസ്ഹാബി, നിങ്ങൾ എന്റെ കൂടെ സഹവസിച്ച എന്റെ സഹാബികളാണ്. രണ്ട് പദവികൾ, ഉഖുവത്തുണ്ട്, സഹോദരങ്ങളാണ്, അതോടൊപ്പം നിങ്ങൾ എന്റെ കൂടെ സഹവസിക്കുന്ന സഹാബത്താണ്, നിങ്ങൾ എന്റെ സഹാബത്താണ്. വഇഖ്വാനുന, എന്നെ കണ്ടിട്ടില്ലാത്ത, എന്റെ സുഹബത്ത് ലഭിച്ചിട്ടില്ലാത്ത നമ്മുടെ സഹോദരങ്ങൾ, ഞാൻ പറഞ്ഞ സഹോദരങ്ങൾ ഉണ്ടല്ലോ, ഞാൻ കാണണമെന്ന് ആഗ്രഹിച്ചു പോയ, കൊതിച്ചു പോയ ആ സഹോദരങ്ങൾ, അല്ലദീന ലം യഅ്തു ബഅദു, അവർ ഇതുവരെ വന്നിട്ടില്ലാത്തവരാണവർ, ഇവിടെ വന്നിട്ടില്ല അവർ, ഞാൻ അവരെ കണ്ടിട്ടില്ല.
അവരെ ഒന്ന് കാണാൻ എനിക്ക് ആഗ്രഹമുണ്ട്, ഞാൻ ആഗ്രഹിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആഗ്രഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ സഹാബാക്കൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കണം, കൈഫ തഅരിഫു മൻ ലം യഅതി ബഅദു മിൻ ഉമ്മതിക യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ റസൂലേ, അങ്ങ് എങ്ങനെ തിരിച്ചറിയും ഇതുവരെയും അങ്ങയുടെ ഉമ്മത്തിൽ നിന്നും വന്നിട്ടില്ലാത്ത ഒരു സമൂഹത്തെ, ആൾക്കാരെ, സഹോദരങ്ങളെ അങ്ങ് എങ്ങനെ തിരിച്ചറിയും? അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു കൊടുക്കുകയാണ്, എങ്ങനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവിടുത്തെ ഉമ്മത്തിനെ മറ്റുള്ള ഉമ്മത്തുകളിൽ നിന്നും വേർതിരിച്ചറിയുവാൻ സാധിക്കുന്ന അടയാളം എന്താണ് എന്ന് നമ്മുടെ നേതാവുണ്ടല്ലോ, ആ നേതാവ് സഹാബത്തിന് പറഞ്ഞു കൊടുക്കുകയാണ്. എന്നാണ് നിങ്ങളുടെ അഭിപ്രായം. ലൗ അന്ന റജുലൻ ലഹു ഖൈലുൻ ഗുർറുൻ മുഹജ്ജല, ഒരാൾക്ക് കുറച്ച് കുതിരകളുണ്ട്, ആ കുതിരകളുടെ നെറ്റി വെളുത്തിട്ടാണ്, അതുപോലെ കൈക്കാലുകൾ വെളുത്താണ്. ബൈന വഹ്റൈ ഖൈലിൻ ദുഹുമിൻ ബുഹുമിൻ, അങ്ങേയറ്റം കറുപ്പുള്ള കുതിരക്കൂട്ടങ്ങളിൽ അവ ഈ കുതിരക്കൂട്ടങ്ങൾ നിൽക്കുകയാണ്. അപ്പൊ അയാൾക്ക് അയാളുടെ കുതിരക്കൂട്ടങ്ങളെ തിരിച്ചറിയാൻ സാധിക്കുകയില്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചപ്പോൾ സഹാബാക്കൾ പറഞ്ഞു, ബലാ യാ റസൂലല്ലാഹ്, അവർക്ക് തിരിച്ചറിയാൻ സാധിക്കും, അല്ലാഹുവിന്റെ റസൂലെ, സാധിക്കുമല്ലോ. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതെ, എന്റെ സമുദായത്തിൽപ്പെട്ട ആൾക്കാരുണ്ടല്ലോ, ഫഇന്നഹും യഅ്തൂന ഗുർറൻ മുഹജ്ജലീന മിനൽ വുളൂഹ്, എന്റെ സമുദായത്തിൽപ്പെട്ട ആളുകൾ നാളെ പാരത്രിക ലോകത്ത് കൈ കാലുകൾ പ്രകാശിക്കുന്നവരായി, വെളുത്തവരായിട്ടാണ് അവർ വരിക. എന്തുകൊണ്ട്? മിനൽ വുളൂഇ, വുളൂഇനാൽ, അവർ ഇഹലോകത്ത് നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ച, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച രൂപത്തിൽ വുളൂ നിർവഹിച്ച ആ വുളൂ കാരണത്താൽ അവരുടെ കൈയും കാലും അതുപോലെ മുഖവും ഒക്കെ വെളുത്തവരായിട്ടാണ് നാളെ പരലോകത്തിൽ വരിക. അപ്പോൾ അവരെ എനിക്ക് തിരിച്ചറിയുവാൻ സാധിക്കും എന്നാൽ, യാ അല്ലാഹ്, നാളെ പാരത്രിക ലോകത്ത് അള്ളാഹുവിന്റെ റസൂലിന്റെ സമൂഹത്തെ തിരിച്ചറിയുവാനുള്ള ഒരു അടയാളമായിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വുദൂഇനെ നമ്മൾക്ക് ഈ ഹദീസിലൂടെ പഠിപ്പിച്ചു തരുന്നത്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഹദീസിന്റെ ബാക്കി ഭാഗത്ത് പറയണം, വ അന ഫറതുഹും അലൽ ഹൗദ്, അവർക്കെല്ലാം മുമ്പ് ഞാൻ ഹൗദിന്റെ അടുക്കലെത്തും. ഞാൻ എന്റെ ഹൗദിന്റെ അടുക്കലേക്ക് ഇവർക്ക് എല്ലാവർക്കും മുന്നിലായിക്കൊണ്ട് ഞാൻ ഹൗദിന്റെ അടുക്കലേക്ക് എത്തും. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലാ ലയുദാദന്ന റിജാലുൻ അൻ ഹൗദി കമാ യുദാദുൽ ബഈറുൽ ളാല്ലു. നിങ്ങൾ അറിയണം, അവിടെ കുറച്ച് ആൾക്കാരുണ്ടാവും. ആ ആൾക്കാരുടെ പ്രത്യേകത എന്താ? അവരെ അവിടുന്ന് ആട്ടി ഓടിക്കും, അവിടേക്ക് അടുക്കാൻ അയക്കൂല. ഏതുപോലെ? അന്യ ഒട്ടകം, ഒരു ഒട്ടകക്കൂട്ടത്തിനടുക്കിലേക്ക് വേറെ ഒരാളുടെ ഒട്ടകം വന്ന് വെള്ളം കുടിക്കുവാൻ വേണ്ടി തിരക്ക് കൂട്ടുമ്പോൾ ആ ഒട്ടകത്തെ അവിടുന്ന് ആട്ടി അകറ്റുന്നത് പോലെ അവിടെ കുറച്ച് ആൾക്കാരുണ്ടാവും, അവരെ അവിടുന്ന് മലക്കുകൾ ആട്ടി അകറ്റും, അവിടേക്ക് അടുക്കാൻ അയക്കില്ല. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, ഉനാദീഹിം, ഞാൻ അവരെ വിളിക്കും, അലാ ഹലുമ്മ, വരി എന്ന് ഞാൻ വിളിക്കും. അപ്പൊ പറയപ്പെടും, ഇന്നഹും ഖദ് ബദ്ദലൂ ബഅദക, താങ്കൾക്ക് ശേഷം മതത്തിൽ ചില പുതിയ, താങ്കൾ പഠിപ്പിക്കാത്ത മാറ്റങ്ങൾ വരുത്തിയ ആൾക്കാരാണ്. സുഹ്ഖൻ സുഹ്ഖ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, സുഹ്ഖൻ വിട്ടു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അപ്പോ ഈ ഹദീസിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുറെ കാര്യങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അതിൽ നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ട് വുളൂഇന്റെ അടയാളം മുഖേന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നാളെ അവിടുത്തെ സമൂഹത്തെ തിരിച്ചറിയുവാൻ സാധിക്കുമെന്നാണ്. അപ്പോ അതുകൊണ്ട് സഹോദരങ്ങളെ, വുളു അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച രൂപത്തിൽ എങ്ങനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് എന്നുള്ളത് വരും ക്ലാസ്സുകളിൽ ഇൻഷാ അല്ലാഹ് നമ്മൾ വിശദീകരിക്കും. ഇനി നോക്കൂ നിങ്ങൾ വുളുഇന്റെ മഹത്വം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഉഖബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു പറയാണ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ മിൻകും മിൻ അഹദിൻ യതവല്ലഉ ഫയുബ്ലിഗു ഔ ഫയുസ്ബിഗുൽ വുദുഅ, നിങ്ങളിൽ ഒരാൾ വുദു എടുക്കുന്നു. എങ്ങനെ വുദു എടുക്കുന്നു? വുദു എടുക്കുക എന്ന് പറഞ്ഞാൽ അത് പരിപൂർണമായി അതിന്റെ യഥാർത്ഥ രൂപത്തിൽ, വെള്ളം എത്തിക്കേണ്ട ഇടത്തൊക്കെ എത്തിച്ച് യഥാർത്ഥ രൂപത്തിൽ ഒരാൾ വുദു എടുക്കുന്നു. ആ വുദു എടുത്ത് ശരീരമൊക്കെ നല്ല വൃത്തിയായി, ബാഹ്യമായ സംഗതികളൊക്കെ വൃത്തിയായി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തുമ്മ യഖൂൽ, പിന്നെ അവൻ പറയാണ്, അവന്റെ വിശ്വാസം അവൻ പ്രഖ്യാപിക്കുന്നു, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വ അന്ന മുഹമ്മദൻ അബ്ദുല്ലാഹി വ റസൂലുഹു. വുദു എടുത്തു കഴിഞ്ഞു, സുന്ദരമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച രൂപത്തിൽ വുദു എടുത്തു കഴിഞ്ഞു. അതോടുകൂടെ അവന്റെ ശരീരത്തിലുള്ള അവന്റെ ശരീരത്തിലുള്ള പാപങ്ങളെല്ലാം ഒഴിഞ്ഞുപോയി.
ഇനി എന്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കഴിഞ്ഞതിന് ശേഷം, വുദു എടുത്ത് കഴിഞ്ഞതിന് ശേഷം അവൻ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വ അന്ന മുഹമ്മദൻ അബ്ദുല്ലാഹി വറസൂലുഹു എന്ന് അവൻ പറഞ്ഞാൽ, അള്ളാഹ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇല്ലാ ഫുതിഹത് ലഹു അബ്വാബുൽ ജന്ന അസ്സമാനിയ, അവന് സ്വർഗത്തിന്റെ 8 വാതിലുകൾ തുറക്കപ്പെടാതിരിക്കുകയില്ല എന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തുറക്കപ്പെടുമെന്ന. ആർക്ക്? വുദു എടുത്തവന്. എന്നിട്ടോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, യദ്ഖുലു മിൻ അയ്യിഹാ ശാ, അതിലൂടെ ഏതിലൂടെ ഉദ്ദേശിക്കാൻ പോകാവുന്നതാണ്. ഈ വുദു സഹോദരങ്ങളെ നമ്മൾ എന്നും എടുക്കാറില്ല. നമ്മൾ ആരെങ്കിലും ഈ പ്രതിഫലത്തെ സംബന്ധിച്ച് ഇത്രമാത്രം വലിയ ഒരു സൗഭാഗ്യവാന്മാരാണ് എന്നുള്ള ഒരു ബോധത്തോടു കൂടെ നമ്മൾ വുദു എടുത്താൽ എന്തൊരു ടേസ്റ്റ് ആയിരിക്കും ആ വുദുവിന്. അത് ഏത് സമയത്ത് നമസ്കാരത്തിനാണെങ്കിലും അല്ലാത്തപ്പോഴാണെങ്കിലും ഈ ഒരു സംഭവം നമ്മൾക്ക് കിട്ടുമല്ലോ. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ എത്രമാത്രം വളരെ വലിയ സൗഭാഗ്യം ഉള്ള ആൾക്കാരാണ് ആയിരിക്കും നമ്മൾ. ഈ ഒരു ചിന്ത നമ്മൾക്ക് ഉണ്ടെങ്കിൽ എന്തൊരു സമാധാനമായിരിക്കും നമസ്കാരത്തിന്, എന്തൊരു സമാധാനമായിരിക്കും ഒതുക്കാൻ പോകുമ്പോൾ തന്നെ ഒരു ആവേശമായിരിക്കും സത്യവിശ്വാസിക്ക്. യാ അല്ലാഹ്, എന്റെ കണ്ണുകൊണ്ട് കണ്ട പാപങ്ങൾ, കൈകൊണ്ട് ചെയ്ത പാപങ്ങൾ, കാലുകൊണ്ട് ചെയ്ത പാപങ്ങൾ മാത്രമല്ല, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മഹനീയമായ സ്വർഗത്തിന്റെ 8 കവാടങ്ങൾ തുറക്കപ്പെടുമെന്ന് മാത്രമല്ല, ആ കവാടത്തിന്റെ ഏത് കവാടത്തിലൂടെയും പ്രവേശിക്കുവാൻ ഒരു സൗഭാഗ്യം ലഭിക്കുന്ന ഒരു പ്രവർത്തനമാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്, ഞാൻ ചെയ്തത് എന്നുള്ള ഒരു സമാധാനം. അത് ആ രൂപത്തിൽ വുദു എടുത്തിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും നമ്മുടെ വുദുവൊക്കെ നമുക്ക് പൊന്നാക്കാം. നമ്മളുടെ വുദു പൊന്നാകും, നമ്മുടെ നമസ്കാരം പൊന്നാകും. യാ അല്ലാഹ്, പിന്നെ നമസ്കാരത്തിലേക്ക് നിൽക്കുമ്പോൾ എന്തൊരു ആശ്വാസമായിരിക്കും, എന്തൊരു റാഹത്തായിരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി കിടക്കാൻ നേരത്ത് വുദു എടുക്കാൻ പറഞ്ഞു. ആ വുദുവൊക്കെ ഈ രൂപത്തിൽ എടുത്ത് തന്നെ കടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തൊരു ടേസ്റ്റ് ആയിരിക്കും ആ ഒരു കടത്തിനൊക്കെ. അപ്പൊ അതുകൊണ്ട് സഹോദരങ്ങളെ, വുദു എപ്പോഴും കാത്തു സൂക്ഷിക്കുവാൻ, എപ്പോഴും നമ്മുടെ അടുക്കൽ വുദു ഉണ്ടായിരിക്കുവാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ വുദു എടുക്കുമ്പോൾ ഈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ച ഈ മഹത്തായ പ്രതിഫലങ്ങൾ അത് നമ്മളുടെ ഹൃദയത്തിൽ കൊത്തി തഴച്ചുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ വുദു എടുക്കുക. നമ്മുടെ വുദുവിന് ടേസ്റ്റ് ഉണ്ടാവും, വുദുവിന് ആസ്വാദനം ഉണ്ടാവും, നമ്മുടെ നമസ്കാരത്തിന് ആസ്വാദനം ഉണ്ടാവും. നമ്മുടെ നമസ്കാരവും വുദുവും ഒക്കെ നമുക്ക് പൊന്നാക്കാൻ സാധിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇഖ്ലാസോട് കൂടെ, ആത്മാർത്ഥതയോടുകൂടെ അള്ളാഹുവിന്റെ മഹത്തായ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് കർമ്മങ്ങൾ ചെയ്യുവാൻ നമ്മൾക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളിൽ നിന്നും വന്നുപോയ എല്ലാ തെറ്റുകളും കുറ്റങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല പൊറുത്ത് മാപ്പാക്കി തരും. നമ്മളിൽ നിന്നും മരിച്ചുപോയ ആളുകളുടെ ഖബറിടം അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തിൽ അവർക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യും. നമ്മളിൽ രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന മാനസികവും ശാരീരികവുമായ പലതരത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ധാരാളം ആളുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് രോഗശമനവും മനസ്സമാധാനവും അള്ളാഹു സുബ്ഹാനഹു കടം കൊണ്ട് വലയുന്ന ധാരാളം ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. എത്രയും പെട്ടെന്ന് നല്ല രൂപത്തിൽ അവരുടെ കടം വീട്ടുവാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രദാനം ചെയ്യുന്നു. ജോലിയില്ലാതെ വിഷമിച്ചുകൊണ്ടിരിക്കുന്ന ധാരാളം ആളുകളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ഹലാലായ രൂപത്തിൽ സമ്പാദിക്കുവാൻ പറ്റുന്ന ജോലി അല്ലാഹു സുബ്ഹാനഹു ചെയ്യുന്നു. കല്യാണ പ്രായമെത്തിയ ആൺകുട്ടികളും പെൺകുട്ടികളും പല വീടുകളിലും രക്ഷിതാക്കൾ നടത്തുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വാലിഹായ ഇണകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രദാനം ചെയ്യുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات. اللهم أعز الإسلام والمسلمين. اللهم انصر إخواننا المسلمين المستضعفين في كل مكان. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا إنك أنت الوهاب. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. فاغفر لنا يا غافر المذنبين. والحمد لله رب العالمين. وصلى الله وسلم على نبينا محمد وعلى آله وصحبه الميامين. السلام عليكم ورحمة الله وبركاته.